يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأنا من قرآنك العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي محمد صلى الله عليه وسلم وإلى حضرات أصحابه البدريين والوحدين والخندقين والتبوكين وسائر الصحابة كلهم أجمعين وإلى حضرات أزواج رسول الله وأصحاب رسول الله الأبرار رضي الله عنهم وإلى شيخنا شمس المعينة الفنج محمد المسلم محمد بن باوسين بكواتنا وإلى مشايخنا كلهم يا رب العالمين. اللهم بحق هؤلاء شرفاء الكرماء المذكورين اشفع علاتنا وبارك في علاتنا وارزقنا من الحلال وجنبنا من الحرام وارزقنا علما نافعا ورزقنا حلالا طيبا يا ذا الجلال والإكرام. اللهم بحق هؤلاء شرفاء الكرماء المذكورين يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا وأد ديوننا ومن مقاصدنا ومن مقاصد من أوصانا. اللهم اشف أمراضنا وأمراض والدينا وأمراض من تعلقوا بنا يا شافي الأمراض. അള്ളാഹു ഞങ്ങൾ വിജയിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹു ഇതിന് സംഭാവന ചെയ്ത എല്ലാവരുടെയും ഉദ്ദേശങ്ങൾക്ക് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. പലരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാവിധ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. രോഗികൾ എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹായിച്ചവരൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ സഹായിച്ചവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അള്ളാഹു ഇതിനെ സഹായിച്ചവരൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവിടെയൊക്കെ എല്ലാവരും പ്രതിസന്ധിയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവരെ ഞങ്ങൾ ഇനി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹു നല്ല നിലയ്ക്ക് ജീവിക്കുവാൻ നല്ല നിലയ്ക്ക് മരിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഞങ്ങൾ മഹാന്മാർ പ്രത്യേകിച്ച് ശൈഖുനാ ശംസുൽ ഉമ്മത്ത് ഫിൻജിസ തുടങ്ങിയ ആ മഹാന്മാരുടെ മദദിലായി ഹിഫ്ദിലായി നസറിലായി ഞങ്ങളെ ഞങ്ങൾ മാതാപിതാക്കൾ ഉസ്താദുമാരെ സഹായിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹു അവരുടെ പാതയിലായി പിന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി തആല അമ്മാ ബഅദ്. ബഹുമാന്യരായ തങ്ങൾ ഉസ്താദ്, നിസാർ ഉസ്താദ്,
മറ്റു എല്ലാ ഉസ്താദുമാർ, ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷവും ആകാംക്ഷയും നിറഞ്ഞ ഈ ഒരു നിമിഷത്തിൽ സമയം അതിൻ്റെ എല്ലാ പരിധികൾ ലംഘിച്ചതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായി തന്നെ നമ്മുടെ ഈ ഒരു ഹായ് 2K25 ആർട്സ് ഫെസ്റ്റിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധ കടപ്പാടുകളും അറിയിക്കുകയാണ്. നമ്മുടെ ഒരു പരിപാടി വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ജലാലി സുഹൃത്തുക്കൾ, അവർ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് ലീവുകൾ വരെ എടുത്തുകൊണ്ട് നമ്മോട് കൂടെ ചേർന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ റിസർച്ചിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ജലാലി ഉസ്താദുമാർ, അവരെല്ലാവരും നമ്മുടെ ഒരു പരിപാടിയുടെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ എല്ലാം കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു നല്ല വേദിയിൽ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സഅയികളും സ്വീകരിക്കുമാറാകട്ടെ. മാത്രവുമല്ല, നമ്മുടെ ഒരു പരിപാടി എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതിൻ്റെ സ്റ്റേജ് സെറ്റപ്പിലാണെങ്കിലും അതിൻ്റെ തീമുകളിലാണെങ്കിലും ഹായ് ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ ഒരു പുതുതായ തീം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു ആർട്സ് ഫെസ്റ്റ് എന്നുള്ളത് തന്നെ ഈ ഒരു കാലത്ത് നമ്മുടെ ഖുർആൻ കോൺഫറൻസ് നടന്ന ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ നമ്മുടെ ലോഗോ പ്രകാശിതമാവുകയും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സ്റ്റേജ് ഇനങ്ങൾ നടക്കുകയും ചെയ്ത ഈ ഒരു മഹത്തായ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു ഒരുമിച്ച് കൂടെ സ്വാലിഹായ സൽക്കമായി സ്വീകരിക്കുമാറാകട്ടെ. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു ആർട്സ് ഫെസ്റ്റ് കൊണ്ട് നമ്മുടെ ജാസിയ ഈ ഒരുപാട് അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവരുടെയുള്ള ശ്രമങ്ങൾ, അതിൻ്റെ അവസാന ഫലത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് നാം ഏവരും. മാത്രമല്ല, നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടു കൂടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഫലം അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മുടെ കഴിവുകളിലാണെങ്കിലും അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടുതലൊന്നും സംസാരിക്കാതെ ഈ ഒരു വേദിയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെയും ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ തങ്ങൾ ഉസ്താദിനെയും കൺവീനർ കൂടിയായ അസ്ലം ഉസ്താദെയും മറ്റു എല്ലാ ഉസ്താദുമാരെയും ഫെസ്റ്റ് കമ്മിറ്റി മെമ്പേഴ്സായിട്ടുള്ള ഉസ്താദുമാരെയും മറ്റു കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه والناس أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ഇതിൻ്റെ ഭാരവാഹികൾ, എൻ്റെ മുത്താലിം സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് വളരെ നല്ല രൂപത്തിൽ നല്ല വാശിയോടുകൂടെ
നമ്മുടെ ഈ ഹായ് എന്ന് പറയുന്ന നമ്മുടെ ഫെസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഓരോ ആളുകളും അവരുടെ കഴിവിൻ്റെ പരമാവധി ഓരോ പരിപാടികളിലും പങ്കെടുത്ത് നല്ല രൂപത്തിൽ അവർ അതൊക്കെ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ജനിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പല കഴിവുകളിലും നമുക്ക് നൽകി. ആ കഴിവുകൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതകളാണ്. പ്രസംഗിക്കാൻ കഴിവ് നൽകിയ ആള് അതിനെ പ്രസംഗിച്ചുകൊണ്ട് അതിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. പാട്ടും അതുപോലെ തന്നെ മറ്റുള്ള എഴുത്തുകളും അതിനൊക്കെ ശുക്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദീനിയായി ഉപകാരപ്രദമാക്കണം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. പ്രസംഗിച്ചുകൊണ്ട് സ്വന്തം അത് ഉൾക്കൊള്ളുകയും അതിനെ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതിനാൽ എത്രയോ ആളുകൾ ഇതിലേക്ക് ഹിദായത്തിലായിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ആ കഴിവ് കൊണ്ട് നമുക്ക് അല്ലാഹുവിൻ്റെ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയും. ഇങ്ങനെ എല്ലാ രൂപത്തിലും പാട്ടായാലും മറ്റെഴുത്തുകളാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കും അതിനൊക്കെ ഉഷാറ് പകരുക എന്നുള്ളതാണ്. ഉസ്താദുമാർക്കും മറ്റവർക്കൊക്കെ എതിരാവാത്ത രൂപത്തിൽ നല്ല അതവോടുകൂടെ ചിട്ടയോടുകൂടെ നമ്മൾ ആ കഴിവുകളൊക്കെ കൊണ്ടുപോകണമെന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കാൻ കുറേ സമയമായി. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആരൊക്കെ ഇതിൽ പ്രവർത്തിച്ചോ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ വിജയിച്ചാലും തോറ്റാലും ഒക്കെ വിജയികളാണ്. ഒരാൾക്ക് മാത്രം ഈ പരിപാടി നടത്തി വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ മറ്റുള്ള ആളുകൾ അതിൽ നിന്നതുകൊണ്ടാണ് മറ്റാൾക്ക് വിജയനായത്. അപ്പോൾ ഇവനും വിജയിച്ച ആളാണ്. ആ രൂപത്തിൽ ഇതിനെ കണ്ടുകൊണ്ട് ഇനി അടുത്ത പരിപാടികളിലൊക്കെ ചെറിയ മാർക്കുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടികളിൽ അതൊക്കെ മാറ്റി നിർത്തി ഞാനാവണം ഒന്നാമൻ എന്ന രൂപത്തിലേക്ക് നിങ്ങളൊക്കെ മാറണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ പറയാതെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന വാക്യങ്ങളെ കൊണ്ടൊക്കെ ഇതിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിസാർ ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി വബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ തങ്ങൾ ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, 2 ദിവസമായി നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഹായ് ആർട്സ് ഫെസ്റ്റ് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. നാം എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന
അന്തിമ റിസൾട്ട് നേരെ റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തങ്ങൾ ഉസ്താദ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി അതിൻ്റെ മേലെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഏതായാലും ഹായ് ഫെസ്റ്റിൻ്റെ തംഹീദിയ വിഭാഗം 271 പോയിന്റുമായി തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയിരുന്ന ടീം നോവക്സ്, 285 പോയിന്റുമായി സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നു ടീം റോബോക്സ്, 384 പോയിന്റുമായി ടീം കോഡക്സ് ഒന്നാം സ്ഥാനം. സാനവിയ വിഭാഗം 316 പോയിന്റുമായി തേർഡ് പ്രൈസ് ടീം റോബോക്സ്, 359 പോയിന്റുമായി സെക്കൻഡ് പ്രൈസ് ടീം നോവക്സ്, 440 പോയിന്റുമായി ടീം കോഡക്സ്. ആലിയ വിഭാഗം തേർഡ് പ്രൈസ് 270 പോയിന്റ് ടീം നോവക്സ്, സെക്കൻഡ് പ്രൈസ് 289 ടീം റോബോക്സ്, 303 പോയിന്റുമായി ഫസ്റ്റ് പ്രൈസ് ടീം കോഡക്സ്. ഉല്യ വിഭാഗം തേർഡ് പ്രൈസ് 257 പോയിന്റ് ടീം നോവക്സ്, സെക്കൻഡ് പ്രൈസ് 286 പോയിന്റ് ടീം റോബോക്സ്, 337 പോയിന്റ് ഫസ്റ്റ് പ്രൈസ് ടീം കോഡക്സ്. കുല്ലിയ വിഭാഗം 89 പോയിന്റുമായി ടീം നോവക്സ്, 93 പോയിന്റുമായി ടീം റോബോക്സ്, ഫസ്റ്റ് പ്രൈസ് 118 പോയിന്റുമായി ടീം കോഡക്സ്. അവസാനം ഗ്രാൻഡ് ടോട്ടൽ വായിക്കുമ്പോൾ ഇനി അടുത്തത് കലാപ്രതിഭകൾ. തംഹീദിയ വിഭാഗം 65 പോയിന്റുമായി മുഹമ്മദ് കാസിം ടീം കോഡക്സ്. സാനവിയ അമാൻ അബ്ദുള്ള മുക്കോളി 53 പോയിന്റ്. ആലിയ വിഭാഗം മുൻഷിദിയൻ 53 പോയിന്റ്. ഉല്ലിയ മുഹമ്മദ് തഷ്മീർ 64 പോയിന്റ്. ഹായ് ടാലന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 65 പോയിന്റുമായി മുഹമ്മദ് കാസിം. ബെസ്റ്റ് ഡിബേറ്റർ മുഹമ്മദ് ജസീം AK ടീം കോഡക്സ്. അടുത്തത് ഗ്രാൻഡ് ടോട്ടൽ വായിക്കുമ്പോൾ 1246 പോയിന്റുമായി ടീം നോവക്സ് മൂന്നാം സ്ഥാനം. 1269 പോയിന്റുമായി ടീം റോബോക്സ് രണ്ടാം സ്ഥാനം. 1582 പോയിന്റുമായി ടീം കോഡക്സ് ഒന്നാം സ്ഥാനം. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.